ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിതരെ, 52-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിലാണ് നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു എന്ന്. സങ്കീർത്തകന് പൂർണ്ണ ബോധ്യമുണ്ട്, കർത്താവിൻ്റെ കാരുണ്യത്തിലാണ് എല്ലാ വ്യക്തികളും രക്ഷ പ്രാപിക്കുന്നത്. മനുഷ്യർ അവിടുത്തെ കാരുണ്യത്താൽ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതിനുവേണ്ടി യാചിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ട് ഇരുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലാണത് സംഭവം. വൈകുന്നേരമാകുമ്പോഴേക്കും വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ എല്ലാവരെയും അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അവൻ ഓരോരുത്തരുടെ മേലെയും കൈവച്ച് അവരുടെ രോഗങ്ങൾ അകറ്റി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പ്രവൃത്തിയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം അനേകർ അനുഭവിച്ചറിയുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുവാനായിട്ട് അവരെ ആത്മീയമായിട്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ സുഖം പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവല്ല, വിശ്വാസികളുടെ കഴിവല്ലെന്നേ, ഇത് കർത്താവിൻ്റെ കഴിവാണ്. കാരണം അവൻ്റെ കാരുണ്യമാണ്. അപ്പോൾ അവൻ്റെ കാരുണ്യത്തിലേക്ക് മറ്റുള്ളവരെ, ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ളവരെ കൂട്ടിച്ചേർക്കുന്നത് അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്. അങ്ങനെ ദൈവകാരുണ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയുവാനും അത് മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുന്നവരായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ആ ദൈവകാരുണ്യം അവർക്ക് വിളമ്പിക്കൊടുക്കുന്നവരായിട്ട് മാറാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.